ഹൈ, ഐ ആം ടോമി വ്ളോഗർ ഫ്രം കൊല്ലം. ഗൈസ് ആണ്ടെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ വലിയൊരു പൊട്ടക്കിണർ കണ്ടിരിക്കുന്നു. നമുക്ക് ഇവനെ പിടിച്ച് കിണച്ചിട്ടല്ലോ നിൽക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഗൈസ് മൈക്കില്ല കേട്ടോ, ഒന്നാമത്തെ കാര്യം മൈക്കില്ല. നമ്മളാണെങ്കിൽ നമ്മളിന്ന് സ്ഥലം എവിടെ? കോഴിക്കോടോ? ഏത് സ്ഥലം എവിടെ? ഏത് ജില്ല? ഗൈസ് നമ്മൾ മലപ്പുറം ജില്ലയിൽ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. നമുക്ക് അവിടുത്തെ ഫുഡ് ആദ്യം നമ്മൾ തൃശ്ശൂർ പോയി ഫുഡ് കഴിച്ചായിരുന്നു. ഇനി നമ്മൾ മലപ്പുറം വന്നിട്ട് നമ്മൾ ഉസ്മയിൽ നല്ലൊരു കടയിൽ കൊണ്ടുപോവാണ്. നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു നോക്കാം. ഏതോ ഷവായി എന്തോ നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അവിടെ പോയി കഴിച്ചു നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നമ്മൾ കൊല്ലം നാട്ടിലെ ആൾക്കാർ കൊല്ലത്ത് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു നോക്കാം. ഓക്കെ, ഇതാണല്ലേ ഷവായി. ഇതാണ് ഷവായി കേട്ടോ, നമുക്ക് കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ മലപ്പുറം വന്നിട്ടുള്ള സ്ഥലം. കൊല്ലത്തിന്റെ വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഫുഡ് കഴിച്ചിട്ടല്ല, ആ ഒരു ആംബിയൻസ് ഇല്ലല്ലോ. ആംബിയൻസ് ഉണ്ടോ? ഓക്കെ, അല്ല ആംബിയൻസ് ഉണ്ട്, ആംബിയൻസ് ഇല്ലല്ലോ. ഫുഡ് നമുക്ക് നോക്കാം. ഫുഡ് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് നോക്കാം. ഫുഡ് നമുക്ക് നോക്കാം. അല്ല ആ ഒരു ആംബിയൻസ് അല്ലേ നമ്മളവിടെ. അല്ലേ നമ്മൾ അത് അവിടെ ഷവായി ഇല്ലല്ലോ. നമ്മളവിടെ ഷവായി കടയും ഷവർമ്മ കടയൊക്കെ കുറച്ചൊരു ബെറ്റർ ആയിട്ടാണ്. എന്ത് അത് കൊല്ലത്തില്ല, നമ്മൾ കരുനാപ്പള്ളി കാര്യം പറയുന്നേ. കരുനാപ്പള്ളി ഇത് വേറെ സ്ഥലമല്ല. എന്ത് മലപ്പുറത്ത് ഏത് സ്ഥലം ഇത്? ഏണാരിയല്ലേ പറയത്തോളൂ. എങ്ങനെയുണ്ടാ? കൊള്ളത്തില്ലടാ. എടാ കൊല്ലത്ത് നമ്മുടെ ഫുഡ് കരുനാപ്പള്ളി ഫുഡൊക്കെ കുറച്ച് ബെറ്റർ ആട്ടോ. അതിന്റെ ഒരു ആംബിയൻസ് വെച്ച് ഫുഡും ആംബിയൻസൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും. നമുക്ക് ഫുഡ് വരും. ഫുഡ് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഫുഡ് വന്നിട്ട് എന്നിട്ട് മലപ്പുറം കൊല്ലത്തെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. പറ എന്തുവാ പറ. സാധനം വന്നു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കടാ, എങ്ങനെയുണ്ട് നോക്ക്. പറ. കൊല്ലക്കാരൻ പറ, ടേസ്റ്റ് എങ്ങനെയുണ്ട് പറ. മണം കൊള്ളാമില്ലയോ? മണം കൊള്ളാന്ന് പറയുന്നുണ്ട്. ഇനി ഫുഡ് കഴിച്ചു നോക്ക്. എനിക്കില്ലേ? ഓക്കെ, എന്റെ അടുത്തോണ്ട് വരിക. എങ്ങനെണ്ടാ? കൊള്ളാല്ലേ? ഒരുവിധം കൊള്ളാല്ലേ? ഓക്കെ, ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചു നോക്കട്ടെ. നോക്കട്ടെ, നമുക്ക് കഴിച്ചു നോക്കണ്ട. മണേസ് ഇത് എന്ത് സംഭവം? ഇത് നമ്മുടെ ഇവിടെ നാട്ടിലില്ലല്ലോ. എന്ത് സാധനം? മസാലയാണോ? ഓ, ഇത് ഷവായി മസാല കൂടെ ചേർക്കണ്ടായിരുന്നോ? മസാലയാണോ ഇത്? സംഭവങ്ങളാണോ? നമ്മള് എവിടെ പോയില്ല? കോട്ടയം പോയില്ല. മലപ്പുറം ഫുഡ് കുഴപ്പമില്ല. എനിക്കൊന്ന് മസാല സെപ്പറേറ്റ് ആയിട്ട് തരണം. നമ്മുടെ കൊല്ലം ജില്ലയിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ മസാല തരുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് അതാ. ഇവിടെ സെപ്പറേറ്റ് മലയാളം അതുള്ളൂ. ബാക്കി സംഭവം കൊള്ളാം കേട്ടോ. നമുക്ക് കഴിച്ചിട്ട് ബാക്കി പറയാം. പറയാനുള്ളതെന്ന് വെച്ചാൽ കൊല്ലമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഒന്നാമത്തെ കാര്യം കൊല്ലമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരേ ടേസ്റ്റ്. എന്റെ അഭിപ്രായത്തിൽ സെയിം ടേസ്റ്റ് ഒക്കെയാണ്. വലിയ ടേസ്റ്റ് വ്യത്യാസമോ വലിയ എരിവോ വലിയ സംഭവം വലിയ മസാല അങ്ങനെയൊന്നുമില്ല. നോർമൽ ഒരു നോർമൽ. കരുനാപ്പള്ളി ഞാൻ പറഞ്ഞില്ല. കൊല്ലത്തിന് അത്ര അല്ലെന്ന് പറഞ്ഞേ. ഇങ്ങനത്തെ എന്തോ സ്മൂത്തി ബാർ അല്ലേ പറയുന്നത്? സ്മൂത്തി ബാർ അതല്ല. ഇതേ ടേസ്റ്റ് ഉള്ള സാധനം കിട്ടുമോ? സാധനം കിട്ടുമോ? എനിക്ക് കിട്ടും. കൊല്ലത്ത് കിട്ടും. ഞാൻ എന്റെ അഭിപ്രായം ഏറ്റവും കൂടുതൽ നല്ല ഷവായി കഴിച്ചെന്ന് വെച്ചാൽ പയ്യന്നൂര് പോയി സൗദി ഷവായി കഴിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മസാല ആയിട്ടുള്ള കഴിച്ചില്ലടാ. കണ്ണൂർ ഷവായി കഴിച്ചില്ലേ? കണ്ണൂര് സൗദിയിലെ സാധനമാണ് ബെസ്റ്റ് സാധനം. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ള സൗദി ഷവായി പയ്യന്നൂരിലെ സൗദി ഷവായി അറിയോ? ഇല്ല, അറിയത്തില്ല. ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ റേറ്റ് 120 നമ്മുടെ ജില്ലയിലും ഇവിടുത്തെ മലപ്പുറം ജില്ലയിലൊക്കെ ഒരേ സെയിം റേറ്റ് ഒക്കെയാണ്. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഒരുവിധം സെയിം ഒക്കെയാണ്. പക്ഷെ കണ്ണൂരിലെ ഷവായി എന്റെ പൊന്നെ സെയിം സാധനമാണ്. ഞാനും വരുന്നതാ. മലപ്പുറത്തിനെ പറ്റി കുറ്റങ്ങളല്ല പറഞ്ഞത്, ശരിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് തന്നെ.
ഇമാരെന്തില്ലേ പിള്ളേരെ പോലെയൊക്കെ കളിക്കുന്നത് ഇമാര് ക്ഷമ ശരിയല്ലോ. നമ്മുടെ അഭിപ്രായം പറയും. ഇല്ലടാ നിക്കല്ലെങ്കിൽ വേണ്ട, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് കാണത്തില്ല, കൊല്ലത്ത് നമുക്ക് ഇറങ്ങി കളിക്കത്തോളല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഓരോരോ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നാലും കുഴപ്പമില്ല, വലിയ കൊള്ളത്തില്ലെന്നോ വലിയ കൊള്ളാമെന്നൊന്നും പറയത്തെ, ഒരു മീഡിയം സൈസ് സംഭവം അത്രേ ഉള്ളൂ. അത്രയും ഫുഡ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി ഗൈസ്. ഇനി നമുക്ക് അടുത്ത ഒരു ഫുഡ് സ്പോട്ടിലേക്ക് പിന്നെ ഒരു സംഭവം അല്ല പിന്നല്ല നാളെ. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.